ഹായ് പാർട്ട്നേഴ്സ്, ഹൈ ലീഡേഴ്സ്, ഗുഡ് ഈവനിങ്. റഷീദ് അലി മാസ്റ്റർ മഞ്ചേരിയാണ്. ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഐ ഡികൾ ഉണ്ടെങ്കിൽ, അപ്പെക്സിൽ ഒന്നിലധികം ഐ ഡികൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഐ ഡിയിലേക്ക് മറ്റ് ഐ ഡികളിലെ ഇംഗത്തെ കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു ഐ ഡിയിലേക്ക് ഒന്നിൽ കൂടുതൽ ഐ ഡികളിലുള്ള ഇൻകം കൊണ്ടുവരേണ്ടതുണ്ട്. അത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അത് നമ്മൾ കൊണ്ടുവരുന്നത്. ഇൻറ്റേർണൽ ട്രാൻസ്ഫർ മുഖേനയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടി എൻ്റെ ഒരു ഐ ഡി ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഒരു ഐ ഡി 11 APX 11 32 55 82 ആ ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഐ ഡിയിൽ എൻ്റെ പേരുണ്ട്, അല്ലേ, 11 32 55 82. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കറണ്ട് ബാലൻസ്, അല്ലേ, കറണ്ട് ബാലൻസ് 554.5, അതായത് 554.5 USDT ഇവിടെ ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം, ഇവിടെ ഈ USDT 554 USDT ഉണ്ട്. ഓക്കെ, ഇതിന് ഇനി മറ്റുള്ള ഐ ഡികളിലെ ഇംഗത്തെ ഞാൻ ഈ ഐ ഡിയിലേക്ക് കൊണ്ടുവരികയാണ്. APX 11 32 55 82. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റാൻ. ഈ ഐ ഡിയിലേക്ക് ഞാൻ മറ്റ് ഐ ഡികളിലെ ഇംഗത്തെ കൊണ്ടുവന്ന് USDT കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യും, അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റും. എന്നിട്ട് ആ എക്സ്ചേഞ്ചിൽ നിന്നാണ് ഞാൻ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഈ എമൗണ്ടിനെ മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ഓരോ ദിവസവും നമുക്ക് മാറ്റാൻ കമ്പനി ഇപ്പോൾ പെർമിഷൻ തന്നിരിക്കുന്നത് 50 USDT-നെയാണ്. അത് ക്രമേണ 50, 100, 150, 200, 250 ആയി വരും. ഇപ്പോൾ നമുക്ക് പെർമിഷൻ ഉള്ളത് 50 USDT-നെ ഡെയിലി മാറ്റാം. ഓക്കെ, അത് ഒരു പ്രാവശ്യം ഒരാളിപ്പോൾ ഇന്ന് 50 USDT മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാളെ മാറ്റാൻ കഴിയില്ല. അദ്ദേഹം 48 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും മാറ്റേണ്ടത്. അത് മാറ്റേണ്ടത് കാലത്ത് 10 മണിക്ക്, രാവിലെ 10 മണിക്ക് ഒരു 500 ആൾ 750 ആളുകൾക്കാണ് ഇത് പോവുക. അതായത് 500 പേർക്ക് അല്ലെങ്കിൽ 750 പേർക്ക് ഒരു ദിവസം 50 USDT വെച്ച് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് അല്ലെങ്കിൽ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ രാവിലെ 10 മണിക്കാണ് കാര്യം ചെയ്യേണ്ടത്. അത് 500 750 പേർക്കാണ് ഒരു ദിവസം പോവുക. അതിൻ്റെ എണ്ണം കൂടി വരും. ഇന്നിപ്പോൾ പോയത് 500 പേർക്കാണ്, നാളെ 750 ആവാം, അല്ലെങ്കിൽ 250 പേർക്കാവാം. എന്തായിരുന്നാലും വേണ്ടിയില്ല, ഒരു ദിവസം മാറ്റാനുള്ള എമൗണ്ട് ഇപ്പം നിശ്ചയിച്ചിട്ട് $50. അത് ഇനി $100, $150, $200 ആവും കാലക്രമേണ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ മറ്റ് ഐ ഡിയിലുള്ള ഇംഗത്തെ ഈ ഐ ഡിയിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ മെയിൻ ഐ ഡി ഒന്നുമല്ല, ഇത് എൻ്റെ ഒരു ഐ ഡിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ വേറൊരു ഐ ഡിയിൽ പോയിട്ട് ഈ ഐ ഡിയിൽ കൊണ്ടുവരുന്നു. ഞാൻ ഇതൊന്ന് ലോഗൗട്ട്. ഏതൊരു ഐ ഡിയിൽ നമ്മൾ മറ്റ് ഐ ഡിയിലേക്ക് പോകണമെങ്കിൽ എപ്പോഴും ലോഗൗട്ട് ആവണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മറ്റൊരു ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ്. എൻ്റെ മറ്റൊരു ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആ ഐ ഡി നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഒരു ഐ ഡി ഇവിടെ മറ്റൊരു ഐ ഡിയിൽ വരുമാനം ഈ ഐ ഡിയിലേക്ക് കൊണ്ടുവരികയാണ്. കേട്ടോ, APX 15 17 43 43 എന്നൊരു ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു. അവിടെ ഈ ഐ ഡിയിൽ 402 USDT ഉണ്ട്. 402 USDT. ഈ 402 USDT-നെ ഞാൻ നേരത്തെ പറഞ്ഞ 11 32 55 82 എന്ന ഐ ഡിയിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമ്മൾ മൊബൈലിൻ്റെ ഇടത് ഭാഗത്ത് ഏറ്റവും മുകളിൽ 3 ലൈൻ ഉണ്ട്. അവിടെ ടച്ച് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും ഇൻറ്റേർണൽ ട്രാൻസ്ഫർ. അവിടെ ക്ലിക്ക് ചെയ്തു. ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സെലക്ട് ബാലൻസ്. അവിടെ കാണാൻ പറ്റും മെയിൻ ബാലൻസ്. അപ്പോൾ നമ്മൾ മെയിൻ ബാലൻസിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈ മെയിൻ ബാലൻസിലാണല്ലോ നമുക്കിപ്പം 402 USDT ഉള്ളത്. അത് എൻ്റെ ആ 55 82 എന്ന ഐ ഡിയിലേക്ക് മാറ്റുക. അപ്പോൾ ആ ഐ ഡി നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക.
APX 1132 5582 ഈ ഐഡിയിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. എൻ്റെ പേര് അവിടെ എഴുതി കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എത്ര അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അടിക്കുന്നത് 402 USDT ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പം അടിച്ചു കൊടുത്തു. ഇനി സെൻഡ് ഒ ടി പി സെൻഡ് ഒ ടി പി കൊടുത്തു. അപ്പോൾ എൻ്റെ മെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. അതെടുക്കണം. ഞാൻ മെയിൽ ഓപ്പൺ ചെയ്യാൻ പോവാം. ഞാൻ മെയിലിവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഞാനിവിടെ നോക്കുകയാണ്. എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്ന ആ OTP കണ്ടു, 785.76. ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത 785.76 ഒന്നുകിൽ കോപ്പി ചെയ്ത് പോവാം, അല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കാം. നമ്മളെ ഇഷ്ടം. ട്രാൻസ്ഫർ ബാലൻസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, ഏറ്റവും മുകളിൽ നോക്കാം, ബാലൻസ് ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു. കണ്ടോ, അപ്പോൾ ഇതിലുള്ള ക്യാഷ് എന്ത് ചെയ്തു, ആ ഐഡിയിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ബാക്ക് അടിച്ച് വരാം. ഈ ഐഡിയിലേക്ക് ബാക്ക് അടിച്ച് വരാം. കണ്ടോ, ഈ ID നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യാം. അപ്പം ഗോ ടു ഹോം ഇങ്ങനെ കാണിച്ചാൽ ഗോ ടു ഹോമിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ID ഓപ്പൺ ചെയ്ത് കൊണ്ടുപോകും. അതല്ലെങ്കിൽ നമുക്ക് ലോഗൗട്ടായിട്ട് ആ ഐഡിയിൽ പോയി നോക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ ഗോ ടു ഹോം ക്ലിക്ക് ചെയ്തു. ഡിലേ കാണുന്നുണ്ട്. സൈറ്റിൻ്റെ നെറ്റിൻ്റെ കുറവാണ്. നെറ്റിൻ്റെ പ്രോബ്ലം കാണാം. നമുക്ക് കാണാം. ഇവിടെ കണ്ടോ, നമ്മൾ ഈ ഐഡിയിൽ നിന്നാണ് ക്യാഷ് പിന്നെ വിളിച്ച് കണ്ടല്ലേ. APX 15 17 43 43 അല്ലേ. അല്ല, അപ്പം ഇവിടെ ആദ്യത്തെ ഉണ്ടായിരുന്നു 402 USDT ഉണ്ടായിരുന്നു. അത് ഇവിടെ പോയി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മറ്റൊരു ഐഡിയും കൂടി വലിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഞാൻ ലോഗൗട്ടായി കേട്ടോ. ഇനി ഞാൻ എൻ്റെ മറ്റൊരു ID ഓപ്പൺ ചെയ്യുകയാണ്. മറ്റൊരു ID ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. സൈറ്റ് ചെറിയൊരു സ്ലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു ID ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു ID ഓപ്പൺ ചെയ്തു. 15 18 17 53 എന്ന എൻ്റെ മറ്റൊരു ഐഡിയിൽ ഇൻകത്തെ ഞാൻ എൻ്റെ 5582 എന്ന ഐഡിയിലേക്ക് മാറ്റുകയാണ്. അപ്പം നമുക്ക് നോക്കാം. സൈറ്റ് ചെറിയ സ്ലോ ഉണ്ട്, നെറ്റിൻ്റെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുന്നു. അല്ല, ഇവിടെ നിങ്ങൾ നോക്കുക. അതാ ഉണ്ടോ, APX 15 18 17 53. ഇതിൽ 187 USDT ഉണ്ട്. ഈ 187 USDT ഞാൻ 11 APX 11 32 55 82 എന്ന ഐഡിയിലേക്ക് മാറ്റുക. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ മൊബൈലിൻ്റെ അടുത്ത ഭാഗത്ത് ഏറ്റവും മുകളിൽ 3 ലൈൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇൻറ്റേർണൽ ട്രാൻസ്ഫർ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ അതേപോലെ വന്നു. സെലക്ട് വാലറ്റ്, മെയിൻ ബാലൻസ്. നമ്മൾ മെയിൻ ബാലൻസ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഏതിലേക്കാണ് മാറ്റുന്നത് ആ ID നമ്മൾ അടിച്ചു കൊടുക്കുക. APX അല്ലേ 11 32 55 82 മാറ്റുന്നത് അല്ലേ. ഉണ്ടോ, അതിലേക്കാണ് നമ്മൾ എല്ലാ ഐഡികളെയും ഇൻകത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ എത്രയാണ് ഇവിടെ ഉള്ളത്? എമൗണ്ട് അടിച്ചു കൊടുക്കുക. ഇവിടെ ഉള്ളത് 187 സെൻഡ് OTP. അപ്പോൾ എൻ്റെ മെയിലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, OTP വന്നിട്ടുണ്ട്. ആ OTP മെയിലിൽ പോയി ഞാൻ ചെക്ക് ചെയ്യാണ്. ഉണ്ടാവും. അപ്പോൾ ഇവിടെ മെയിലിൽ പോയി ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ മെയിൽ ചെക്ക് ചെയ്യാണ്. വന്നിട്ടുണ്ട് 432.50. ഒന്നുകിൽ നമുക്കൊന്ന് കോപ്പി ചെയ്യാം,
അല്ലെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കും ചെയ്യാം. അവിടെ കോപ്പി ചെയ്യാം, അവിടെ കോപ്പി ചെയ്യും. അപ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇനിയിവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. ആ OTP ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. കറക്റ്റായി ഇല്ല. ഞാൻ വീണ്ടും മെയിലിൽ പോയി നോക്കുന്നത് 432.50 ഓക്കെ. ട്രാൻസ്ഫർ ബാലൻസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും മുകളിൽ നോക്കുക കേട്ടോ, ബാലൻസ് ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി. അപ്പം ആ ID ഇൻകവും മെയിൻ ID പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ലോഗൗട്ടായി. എന്നിട്ട് നമ്മൾ ആ ID ഓപ്പൺ ചെയ്യാണ്. 1753 എന്ന ID ഓപ്പൺ ചെയ്യാണ്. 1132 APX ആ ID ഓപ്പൺ ചെയ്തു. ആ ID ഓപ്പൺ ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യാം. നമുക്ക് പോയില്ലേ വേണ്ട. ഇവിടെ കറണ്ട് ബാലൻസിൽ എത്ര ഉണ്ടായിരുന്നു? 187 അപ്പോൾ ID പോയി. ഓക്കെ. ഇനി ഞാൻ മറ്റൊരു ID ഓപ്പൺ ചെയ്യുന്നു. ലോഗൗട്ട്. ഈ സൈറ്റിൽ ഞാൻ ലോഗൗട്ടായി. ഓക്കെ. ഇനി ഞാൻ മറ്റൊരു ഐഡിയിലേക്ക് ഇൻകം 5582 എന്ന ID കൊണ്ടുവരികയാണ്. ഓക്കെ. നമുക്ക് സൈറ്റ് ഓപ്പൺ ആകുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വേറൊരു എൻ്റെ മറ്റൊരു ID ഓപ്പൺ ചെയ്യണം. 15-17-81-11 എന്നൊരു ID ഞാൻ ഓപ്പൺ ചെയ്യണം. ഇവിടെ 356 USD ഉണ്ട്. 356 USD കണക്കാണ്. IPX 15-17-81-11. ഇതിന് ഞാൻ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ചെയ്യാണ്. എൻ്റെ APX 11-32-55-82 എന്ന ID മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ആ 3 ലൈൻ ടച്ച് ചെയ്തു. ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തു. മെയിൻ ബാലൻസ് ഞാൻ ക്ലിക്ക് ചെയ്തു. ആ ID നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന APX 11-32-55-82 എന്ന ID അടിച്ചു കൊടുത്തു. എൻ്റെ പേരുടെ കാണിച്ചു. അതിലുള്ള എമൗണ്ട് ഞാൻ മാറ്റുകയാണ്. എത്ര ഉണ്ടായിരുന്നത്? 356. അപ്പം 356.5 356 അടിച്ചു കൊടുത്തു. സെൻഡ് OTP. അപ്പോൾ OTP വന്നു, മെയിലിലേക്ക് വന്നു. ഞാൻ മെയിൽ പോയി ചെക്ക് ചെയ്യുന്നു. ഓക്കെ. മെയിൽ ചെക്ക് ചെയ്യണം. ഞാൻ മെയിൽ ചെക്ക് ചെയ്യുന്നു. OTP വന്നിട്ടുണ്ട്. ഉണ്ടോ നോക്കാം. 877-61 ഉണ്ടോ? 877-61 ആ OTP നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. 877-61 ട്രാൻസ്ഫർ ബാലൻസ് ക്ലിക്ക് ചെയ്തു. ഏറ്റവും മുകളിലേക്ക് നോക്കുക. ഉണ്ടോ? ബാലൻസ് ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഈ ID വരുമാനം എന്ത് ചെയ്തു? ഇൻകം USD എന്ത് ചെയ്തു? എൻ്റെ 55-82 എന്ന ID വന്നു. നമുക്ക് ചെക്ക് ചെയ്യാവുന്നൂടി വേണമെങ്കിൽ. ലോഗൗട്ടാ വന്നു. നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ലോഗൗട്ടാ വന്നു. നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ 81-11 ID നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അവിടെ ഉണ്ടായിരുന്ന 356 മറ്റേ ID പോയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഉണ്ടോ? ഇപ്പം ഉണ്ടായിരുന്നു അല്ലേ? കറണ്ട് ബാലൻസ് എത്ര ഉണ്ടായിരുന്നു? 356. ഇത് നമ്മുടെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ID പോയി. ഇനി നമുക്ക് നോക്കാം. മാറ്റിക്കൊണ്ടിരിക്കുന്ന ID 10 എല്ലാം എത്തിയിട്ടുണ്ടോ? നമ്മൾ
ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഈ ഐ ഡിയിൽ നിന്ന് ലോഗൗട്ട് ആകുന്നു. ഇനി നമ്മൾ APX 11325582 എന്ന ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇതാണല്ലോ, ഈ ഐ ഡിയിലേക്കാണ് നമ്മൾ ഇതുവരെ ഇൻകം മാറ്റിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കറണ്ട് ബാലൻസ് കണ്ടു നിങ്ങൾ 1500 USDT ഇവിടെ. എവിടെ എത്ര ഉണ്ടായിരുന്നത്? 554 ഉണ്ടായിരുന്നത്, 554. ഇപ്പം നമ്മൾ ഒരു 402 ഇതിലേക്ക് മാറ്റി, ഒരു 187 മാറ്റി, 356 മാറ്റി. ഈ ഐ ഡിയിലേക്ക് എൻ്റെ മറ്റ് ഐ ഡിയിലുള്ള USDT ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ വഴി ഒന്നിൽ കൂടുതൽ ഐ ഡികളുള്ളവർ ഒന്നിൽ കൂടുതൽ ഐ ഡികളിലെ ഇംഗത്തെ ഒറ്റ ഐ ഡിയിലേക്ക് കൊണ്ടുവരണം. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ഞാൻ എൻ്റെ അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റുകയാണ്. അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ അപ്പെക്സ് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ച് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഞാൻ എൻ്റെ എക്സ്ചേഞ്ച് ഞാൻ ആദ്യം ഇവിടെ ഓപ്പൺ ചെയ്ത് തരാം കേട്ടോ. ഇവിടെ വേറെ USDT മാറ്റിയിട്ടുണ്ട് മുമ്പ്. അവിടെ കാണാം വാലറ്റ്. ആ വാലറ്റിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും ഇവിടെ കൊടുത്തു. മെയിൽ ഐ ഡിയും പാസ്വേഡ് നമ്മൾ KYC സെറ്റ് ചെയ്തപ്പോൾ ഏത് മെയിൽ ഐ ഡിയും പാസ്വേഡും ആണോ കൊടുത്തത് അതാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇവിടെ കാണാൻ പറ്റും 3 ലൈന് കാണാൻ പറ്റും മുകളിൽ. ഞാൻ അവിടെ ടച്ച് ചെയ്തു. അവിടെ ടച്ച് ചെയ്തപ്പം എൻ്റെ വാലറ്റ് ഞാൻ ഓപ്പൺ ചെയ്യണം. വാലറ്റ് കണ്ടോ, ഇവിടെ ഓൾറെഡി 2195 USDT ഞാൻ മുമ്പ് മാറ്റിയതുണ്ട്. 2195.5 2195 USDT മാറ്റിയതുണ്ട്. ഇനി ഞാൻ നമ്മൾ കണ്ട മറ്റ് 1500 USDT ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ്. 1500 USDT ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ കൊണ്ടുവന്ന് നോക്കട്ടോ, നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു 2195 ഉണ്ട്. ഇനി ഇതിലേക്ക് 1500 കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമ്മളെ അപ്പെക്സ് ഐ ഡിയിലേക്ക് പോവാം. ഞാൻ അപ്പെക്സ് ഐ ഡിയിലേക്ക് പോവുകയാണ്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ വന്നു എൻ്റെ അപ്പെക്സ് ഐ ഡിയിൽ ഇവിടെ 1500 കണ്ടില്ല ഇവിടെ അല്ലേ? ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ 3 ലൈൻ ഉണ്ട് അല്ലേ? ഈ 3 ലൈൻ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാം വിഡ്രോ നൗ. ഈ ഇൻ്റർഫേസിൽ കുറേ കാര്യമുണ്ട്. വിഡ്രോ നൗ ക്ലിക്ക് ചെയ്തു. അപ്പം ഇവിടെ അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ച് വന്നു കേട്ടോ. അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ച് ഇവിടെ വന്നു. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഈ 1500 USDT എക്സ്ചേഞ്ചിലേക്ക് മാറ്റാൻ 10 അപ്പെക്സ് ടോക്കൺ ചിലവുണ്ട്. വൈദ്യുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ലിമിറ്റഡ് 10 1 ലക്ഷം അല്ലേ? 10 ലക്ഷം അതെ. $10 മുതൽ 10 ലക്ഷം USDT വരെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. അതിന് ചാർജ് വരുന്നത് 10 അപ്പെക്സ് ടോക്കനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വിഡ്രോ നൗ കൊടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന എമൗണ്ട് എത്രയാണ്? അപ്പോൾ ഇവിടെ 1500 അടിച്ചു കൊടുക്കുകയാണ്. 1500. ഓക്കെ, ഞാൻ കൺഫേം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഐ ഡിയിൽ 10 അപ്പെക്സ് ടോക്കൺ ഉണ്ടാവണം. ഇത് ഗ്യാസ് ഫീ ആണ്. ഈ 1500 USDT മാറ്റാൻ 10 അപ്പെക്സ് ടോക്കൺ ഓൾറെഡി ഉണ്ട് ഐ ഡിയിൽ. ഓക്കെ, നമ്മൾ മാറ്റണം കണ്ടോ. ഇവിടെ കാണിക്കുന്നില്ല, എല്ലാ കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. കറണ്ട് ബാലൻസ് 1500 മുകളിൽ കണ്ടില്ലേ കണ്ടോ. താഴെ റിക്വസ്റ്റ് എമൗണ്ട് 1500. ഗ്യാസ് ഫീ വരുന്നത് 10 ആണ് കണ്ടോ. ഓക്കെ, ഇനി നമ്മളിവിടെ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അപ്പെക്സിൽ നമ്മൾ KYC കൊടുത്തപ്പോൾ ഏത് മെയിൽ ഐ ഡി ആണോ കൊടുത്തത് അത് അവിടെ കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ കൊടുക്കുന്നു. എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തു. സെൻഡ് ഒ ടി പി കൊടുത്തു.
അപ്പോൾ എൻ്റെ മെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്, അതെടുക്കുന്ന ഞാൻ. നമുക്ക് നോക്കാം. ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. എനിക്ക് 2 മെയിലുണ്ട്, അതുകൊണ്ട് മറ്റൊരു മെയിലിൽ നിന്ന് മറ്റൊരു മെയിലിലേക്ക് പോയാലേ OTP കാണും. കേട്ടോ, ഇപ്പോൾ കണ്ടു, കാണാൻ പോവാണ്. 94969. അത് പഠിച്ചു കൊടുക്കാം. 94969 94969 അടിച്ചു കൊടുത്തു. ഇനി സബ്മിറ്റ് വിഡ്രാവൽ കൊടുത്തു. നമുക്ക് നോക്കാം. ഏറ്റവും മുകളിൽ നോക്കണേ. നമ്മൾ 1500 USD നമ്മളിപ്പം നമ്മൾ മാറ്റുകയാണ്, എക്സ്ചേഞ്ചിലേക്ക് മാറ്റുക ചെയ്യുന്നത്. ഓക്കെ, അല്ല മാറ്റിയടാ. വിഡ്രവൽ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സെൻഡ് കേട്ടോ, നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, ഏറ്റവും മുകളിൽ കാണാം. കേട്ടോ, അപ്പോൾ 1500 നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന് അപ്പെക്സ് ടോക്കൺ 10 ചാർജ് വന്ന് എഴുതി കാണിക്കുന്നുണ്ട്. കണ്ടോ, എല്ലാം കംപ്ലീറ്റഡ്. ആ സ്പോട്ടിൽ നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് പോയി. ഡിയിൽ നിന്നും 1500 നമ്മൾ മാറ്റിയതാണ്. ഫെബ്രുവരി 25. കണ്ടോ, 6:20 PM എല്ലാം ഇവിടെ കാണിക്കും. ഇനി നമുക്ക് എക്സ്ചേഞ്ചിൽ പോയി നോക്കാം. ആദ്യം നമ്മൾ കണ്ടപ്പോൾ ആ എക്സ്ചേഞ്ചിൽ എത്ര ഉണ്ടായിരുന്നു? എൻ്റെ വാലറ്റിൽ 2195 അല്ലേ? നമുക്ക് പോയി നോക്കാം ഈ 1500 അവിടെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുകയാണ്. എക്സ്ചേഞ്ച് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തു. നമ്മൾ 3 ലൈൻ ടച്ച് ചെയ്തു. വാലറ്റ് ക്ലിക്ക് ചെയ്യുക. വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ 3695. എത്ര? 3695 മൊത്തത്തിലായിപ്പോൾ. ആദ്യം ഉണ്ടായിരുന്നത് 2195. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? 1500 USD ഈ അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്നു. അപ്പോൾ ടോട്ടലി 3695 USD ഇവിടെ ഉണ്ട്. ഇനി ഈ എക്സ്ചേഞ്ചിൽ നിന്നും എനിക്ക് ഡെയിലി എൻ്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കമ്പനീൻ്റെ ഓർഡർ പ്രകാരം ഇപ്പോൾ 50 USD ഡെയിലി മാറ്റാം. ഇപ്പം ഇന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇനി നാളെ മാറ്റാം. ഇനി നാളെ രാവിലെ മാറ്റിയാൽ 10 മണിക്ക് ഞാൻ 50 USD മാറ്റിയാൽ പിന്നെ എനിക്ക് 48 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ മാറ്റാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ കാലത്ത് 10 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 50 USD നിങ്ങളെ ഡിയിൽ നിന്നും എക്സ്ചേഞ്ചിലേക്ക് മാറ്റാം ആദ്യം. എന്നിട്ട് ഡിയിലുള്ള ഇൻകം എപ്പോഴും നിങ്ങൾക്ക് എക്സ്ചേഞ്ചിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് എക്സ്ചേഞ്ചിൽ നിന്നും ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റാം. പെർമിഷൻ $50. അത് $50, 100, 150, 200 ആയി വരും. ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിൽ പല വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനുള്ള പെർമിഷനുള്ളൂ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, ആരും പാനിക്കാകണ്ട. നമ്മളെ സെക്യൂർഡാക്കാൻ വേണ്ടി അപ്പെക്സ് ടോക്കൺ തന്ന ഒരു അവസരമാണിത്. അതുകൊണ്ട് നിങ്ങളാരും ബിസിനസ് നിർത്താൻ പാടില്ല. ബിസിനസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ഗോൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ സെറ്റ് ചെയ്തൊരു ഗോൾ ഉണ്ടെങ്കിൽ, ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതിലെത്താൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാൽ സ്മാർട്ട് വർക്കാണ് ഇവിടെ ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരാളും പാനിക്കാണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കണ്ട. നമുക്ക് വരുന്ന ഇൻകം കൊണ്ട്, നമുക്ക് വരുന്ന വരുമാനം കൊണ്ട് നാളെ നമുക്ക് ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് കമ്പനി നമുക്കിങ്ങനെ തൽക്കാലം നമുക്കിപ്പോൾ ചെയ്യേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യാൻ, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നിങ്ങൾ മാത്രമാണ് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മളെ ഒന്നിൽ കൂടുതൽ ഡികളിൽ നിന്നും ഒരു ഡിയിലേക്ക് നമ്മുടെ USD കൊണ്ടുവന്ന് അതിനുശേഷം അപ്പെക്സിൻ്റെ വാലറ്റിലേക്ക് മാറ്റി ഇനി ഈ എക്സ്ചേഞ്ചിൽ നിന്നാണ് നമ്മൾ
ട്രസ്റ്റ് വാലറ്റിലേക്ക് ഡെയിലി മാറ്റേണ്ടത് എന്ന് മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഓൾ. റഷീദ് അലി മാസ്റ്റർ, മഞ്ചേരി.